ഈ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് പലരും നെഗറ്റീവായിട്ട് പറയാനുള്ള മെയിൻ കാരണം അവർക്ക് അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ്. സോ ഈ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന 8 മിസ്റ്റേക്സ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്പർ 1, നോട്ട് ഇൻക്രീസിങ് യുവർ ക്രെഡിറ്റ് ലിമിറ്റ്. നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് ഇൻക്രീസ് ചെയ്യാതിരിക്കുന്നത്, അതായത് നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് എത്ര ചെലവ് ചെയ്യാൻ പറ്റും എന്നൊരു ലിമിറ്റ് കാണും. അതാണ് ഈ ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് ഒരു പർട്ടിക്കുലർ സമയത്തിന് ശേഷം നമുക്കത് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ബാങ്ക് നമുക്ക് തരും. പക്ഷെ അത് ചെയ്യാതെ ഒരിക്കലും ഇരിക്കരുത്. കാരണം നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് നമുക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്പെൻഡിങ് ഹാബിറ്റ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റ് കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും ഒരു പ്രോബ്ലം ഇല്ല. സോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൽ ഒരു 40,000 ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ടെന്ന് വെച്ചോ. നിങ്ങൾ അതിൽ ഒരു 1 മന്തിൽ 25,000 സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ 62.5% ആയിരിക്കും. ബട്ട് സെയിം ക്രെഡിറ്റ് കാർഡ് നമ്മൾ ഈ ക്രെഡിറ്റ് ലിമിറ്റ് ഇൻക്രീസ് ചെയ്തതിന് ശേഷം നോക്കിയാൽ, അതായത് ഒരു ഇൻക്രീസ് ചെയ്തിട്ട് ഇപ്പോൾ 1.5 lakhs ആക്കിയെന്ന് വെച്ചോ ക്രെഡിറ്റ് ലിമിറ്റ്, അപ്പോൾ ഈ സെയിം 25,000 നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ വെറും 20% ആയിരിക്കും. സോ ഈ 62.5%-നേക്കാളും എന്തുകൊണ്ടും ഈ 20% ആണ് ബെറ്റർ. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആവും. കാരണം ഈ ക്രെഡിറ്റ് കാർഡായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഒരു മെയിൻ പോയിന്റ്, നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റിനേക്കാളും 30% മുകളിൽ നിങ്ങൾ ചെലവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ അത് അഫക്ട് ചെയ്യും. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 1 ലക്ഷം രൂപയുടെ ക്രെഡിറ്റ് ലിമിറ്റ് വെച്ചാൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അതിൽ 30,000 മുകളിൽ നിങ്ങൾ ചെലവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കൂടില്ല, താഴോട്ടേ പോകുള്ളൂ. സോ നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റിന്റെ 30% താഴെ ചെലവ് ചെയ്യാൻ നോക്കാവൂ. ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസ്ക്ലെയിമർ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്പെൻഡിങ് ഹാബിറ്റ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ദയവ് ചെയ്ത് ക്രെഡിറ്റ് ലിമിറ്റ് ഇൻക്രീസ് ചെയ്യാൻ പോകരുത്. അങ്ങനത്തെ ആൾക്കാർ അവരുടെ ക്രെഡിറ്റ് കാർഡ് സറണ്ടർ ചെയ്യുന്നതാണ് ബെറ്റർ. നമ്പർ 2, നോട്ട് അപ്ഗ്രേഡിംഗ് ടു പ്രീമിയം കാർഡ്സ്. അതായത് ഒരു ബേസിക് ക്രെഡിറ്റ് കാർഡ് 1 to 2 years നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം അതേ ബാങ്കിൽ പോയിട്ട് പ്രീമിയം കാർഡ് ചോദിക്കാതിരിക്കുന്നത്. നോർമലി ഒരു ബാങ്ക് പുതുതായിട്ട് ഒരു കസ്റ്റമറിന് പ്രീമിയം കാർഡ്സ് കൊടുക്കാറില്ല. അങ്ങനെ കൊടുക്കണമെങ്കിൽ തന്നെ ഒന്ന് ആലോചിക്കും. കാരണം അതിന്റെ ക്രെഡിറ്റ് ലിമിറ്റ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് ഹിസ്റ്ററി ഇല്ലാത്ത ഒരാൾക്ക് ബാങ്ക് വിശ്വസിച്ച് ഇത്രയും വലിയ എമൗണ്ട് തരില്ല. സോ ഇതിനെന്താ ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ, ഒരു ബേസിക് ക്രെഡിറ്റ് കാർഡ് നമ്മൾ ആദ്യം മേടിക്കുക. ഒരു 2 to 3 years നല്ല ക്രെഡിറ്റ് ഹിസ്റ്ററി മെയിൻറ്റെയിൻ ചെയ്ത് ഇത് യൂസ് ചെയ്യുക. പിന്നെ ബാങ്ക് നിങ്ങൾക്ക് പ്രീമിയം കാർഡ്സ് തരാൻ റെഡി ആയിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി ചോദിച്ചാൽ മതി. നമ്പർ 3, ഫെയിലിംഗ് ടു റിഡീം റിവാർഡ് പോയിന്റ്സ്. ഈ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവരും നമുക്ക് റിവാർഡ് പോയിന്റ്സ് കിട്ടും. പിന്നെ ഈ റിവാർഡ് പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആരും എടുക്കാതിരിക്കുമോ എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ബട്ട് 40% ഓഫ് ദ യൂസേഴ്സ് അവിടെ റിവാർഡ് പോയിന്റ്സ് റിഡീം ചെയ്യുന്നില്ല എന്ന ബാങ്കുകാർ പറയുന്നത്. ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ടും ആ റിവാർഡ് പോയിന്റ്സ് നിങ്ങൾ റിഡീം ചെയ്യുന്നില്ലെങ്കിൽ ഈ ക്രെഡിറ്റ് കാർഡിന്റെ ഫുൾ പൊട്ടൻഷ്യൽ നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല എന്നതിന് അർത്ഥം. നമ്പർ 4, ക്യാഷ് വിഡ്രോവൽ. ഇതിപ്പോൾ പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് ഒരിക്കലും നമ്മൾ ATM-ൽ പോയിട്ട് പണം ഡയറക്റ്റായിട്ട് പണമായിട്ട് എടുക്കാൻ പാടില്ല. അതിന് നല്ല ഫൈൻ അടിക്കും. സോ ഒരിക്കലും ആ മിസ്റ്റേക്ക് ചെയ്യാൻ നിൽക്കരുത്. നമ്പർ 5, പേയിങ് ഓൺലി മിനിമം ഡ്യൂ. ഇപ്പൊ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് ജനറേറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് അത് പേ ചെയ്യാൻ 2 ഓപ്ഷൻസ് തരും. 1, മിനിമം പേയ്മെന്റ്, 2, ഫുൾ പേയ്മെന്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളൊരു 30,000 രൂപ ചെലവ് ചെയ്തെന്ന് വെച്ചോ ഒരു മാസം. അപ്പൊ അതിന് ബില്ല് വരുമ്പോഴത്തേക്ക് നമ്മൾ 30,000 അടയ്ക്കേണ്ടി വരും. സോ നാച്ചുറലി 30,000 അടയ്ക്കേണ്ട സമയത്ത് നമുക്ക് അവർ 2 ഓപ്ഷൻ തരും. ഒന്ന് ഫുൾ പേയ്മെന്റ്, അതായത് ഫുൾ 30,000 അടയ്ക്കുക, അല്ലെങ്കിൽ മിനിമം പേയ്മെന്റ്. അതിൽ നിന്ന് ഒരു ഇത്ര പെർസെന്റേജ് മാത്രം, ലൈക്ക് ഫോർ എക്സാമ്പിൾ 5,000 മാത്രം ഇപ്പോൾ അടച്ചാൽ മതി, ബാക്കി 25,000 പിന്നെ അടച്ചാലും മതി എന്ന രീതിയിൽ മിനിമം പേയ്മെന്റ്, ഇത്രയും മിനിമം ആയിട്ട് അടച്ചാലും മതി എന്ന് പറഞ്ഞിട്ട് ഒരു മിനിമം പേയ്മെന്റ് നമുക്ക് തരും. സോ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ മിനിമം പേയ്മെന്റ് അടച്ചാൽ മതി, പിന്നീട് നെക്സ്റ്റ് മന്തിലോ പിന്നീട് എങ്ങാണ്ട് നമുക്ക് ബാക്കിയുള്ള പേയ്മെന്റ് അടച്ചാൽ മതിയല്ലോ എന്ന് വിചാരിക്കും. ഒരിക്കലും ആ മിസ്റ്റേക്ക് ചെയ്യരുത്. കാരണം ബാലൻസ് എമൗണ്ടിന് ഈ ബാങ്കുകാർ 36 to 42% ആണ് ആനുവൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്. നമ്പർ 6, ക്ലോസിംഗ് ഓൾഡ് ക്രെഡിറ്റ് കാർഡ്. ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് ഒരു ന്യൂ ക്രെഡിറ്റ് കാർഡ് മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ഈ ഓൾഡ് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാറില്ല. സോ നമ്മൾ ആ ക്രെഡിറ്റ് കാർഡ് അങ്ങ് ക്ലോസ് ചെയ്യും. ബട്ട് നിങ്ങൾ ആ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സിബിൽ സ്കോർ ശരിക്കും അഫക്ട് ചെയ്യും. കാരണം നിങ്ങൾ പഴയ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യുമ്പോൾ അതോടെ തന്നെ ആ പഴയ ക്രെഡിറ്റ് ഹിസ്റ്ററിയും ക്ലോസ് ആവും. സോ ഇറ്റ് വിൽ അഫക്ട് യുവർ ക്രെഡിറ്റ് സ്കോർ ഇൻ എ ബാഡ് വേ. അപ്പോൾ ആ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യാതെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യാതെ ബാങ്കിൽ കോൾ ചെയ്ത് നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റ് മാക്സിമം കുറയ്ക്കാൻ പറയുക ആ ക്രെഡിറ്റ് കാർഡിന്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സിവിൽ സ്കോർ അഫക്റ്റ് ആവില്ല. നമ്പർ 7, ഓവർ യൂട്ടിലൈസിങ് ഓർ അണ്ടർ യൂട്ടിലൈസിങ് യുവർ ക്രെഡിറ്റ് കാർഡ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റ് എത്രയാണോ അതിന്റെ 1 to 30% മാത്രം ഒരു മന്ത് യൂസ് ചെയ്യാൻ നോക്കുക. കാരണം 30% മുകളിൽ നിങ്ങൾ ചെലവ് ചെയ്ത് കഴിഞ്ഞാൽ അതും നിങ്ങളുടെ സിവിൽ സ്കോറിനെ അഫക്റ്റ് ചെയ്യും.
അതുപോലെ തന്നെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് വാങ്ങിച്ചിട്ട് അത് യൂസ് ചെയ്യാതിരുന്നാലും അത് നിങ്ങളുടെ സിബിൽ സ്കോറിന് നല്ലതല്ല. കാരണം നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് കൈ വെച്ചിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ ഈ ബാങ്കിന് ബില്ലുകളൊന്നും അടയ്ക്കേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് വരില്ല. അപ്പൊ എങ്ങനെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ബില്ലൊക്കെ അടയ്ക്കുന്ന ഒരാളാണ് ബാങ്കിന് മനസ്സിലാവുന്നത്? സോ നിങ്ങൾ സിബിൽ സ്കോർ കൂട്ടാൻ ഈ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യേണ്ടത് വളരെ വളരെ ഒരു ആവശ്യം തന്നെയാണ്. ഇതിപ്പോ എവിടെ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി എക്സ്പെൻസ് ഒക്കെ ഇല്ലേ, ലൈക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന, പെട്രോൾ അടിക്കുന്ന, വീണ്ടും റെന്റ് പേ ചെയ്യുക, ഈവൻ സിനിമ ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്യത്തില്ലേ, ഇതെല്ലാം ഈ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് തന്നെ പേ ചെയ്യാൻ നോക്കുക. കാരണം എന്തായാലും നിങ്ങൾ ഇതൊക്കെ പേ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ നോർമലായിട്ട് നമ്മുടെ ഡെബിറ്റ് കാർഡിൽ നിന്നോ അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നതിന് പകരം ഈ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് പേ ചെയ്യാൻ നോക്കുക. ആൻഡ് ഫൈനലി നമ്പർ 8, അപ്ലൈയിങ് ഫോർ മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ്സ്. മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ്സ് ഒരു ഷോർട്ട് പീരിയഡ് ഓഫ് ടൈമിൽ പിന്നെയും അപ്ലൈ ചെയ്യരുത്. ഇപ്പോൾ ഒരു ജോലി നിങ്ങൾക്ക് ഒരു ഫ്രഷറായിട്ട് കിട്ടിയെന്ന് വെച്ചോ, നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ബാങ്ക് അവരുടെ സൈഡിൽ നിന്ന് ഒരു ഹാർഡ് എൻക്വയറി ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ സിബിൽ സ്കോർ ടെമ്പററി ആയിട്ട് കുറയും. അത് മാത്രമല്ല, ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് കാർഡ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കരിയറിന്റെ സ്റ്റാർട്ടിംഗ് പീരിയഡ് ഓഫ് ടൈമിൽ കുറയ്ക്കാൻ നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സും ഇങ്ങനെ മിസ്റ്റേക്സ് ഒക്കെ ചെയ്യാതിരിക്കാൻ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇനി ഞാൻ എന്ത് ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് കമന്റ് സെക്ഷനിൽ പറയുക. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.